കപട രാജ്യസ്നേഹം കൊണ്ട് ബി.ജെ.പി. ഊതി വീർപ്പിച്ച ബലൂൺ ഒരു സൂചി കൊണ്ട് കുത്തി അതിന്റെ കാറ്റിളക്കിവിട്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ചൈന. ഇന്ത്യ എന്ന രാജ്യത്തെ ആദരവോടെ ബഹുമാനത്തോടെ നോക്കിക്കണ്ടിരുന്ന ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ തല കുനിപ്പിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. തങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്നിനും കൊള്ളാത്ത ഒരു ദുർബലനാണ് എന്ന് രാജ്യത്തെ പൊതുജനങ്ങൾ തന്നെ ട്വിറ്ററിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ 20ഓളം ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും പ്രതികരിക്കാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വീക്കെസ്റ്റ് PM മോദി എന്ന ഹാഷ്ടാഗിലൂടെ പ്രതികരിച്ച് ട്രെൻഡിംഗിലെത്തിച്ചിരിക്കുകയാണ് ജനങ്ങൾ. എന്തിനും ഏതിനും രാജ്യസ്നേഹം വിളമ്പുന്ന മോദിക്ക് ഇതിലും വലിയ തിരിച്ചടി ഇനി ലഭിക്കാനില്ല. രാജ്യത്തെ സംരക്ഷിക്കാൻ ബി.ജെ.പി. സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന കപട രാജ്യസ്നേഹികളുടെ തള്ളലുകൾ ലോകത്തിന് തുറന്നു കാണിക്കുന്ന ട്രെൻഡിംഗ് ഹാഷ്ടാഗായി മാറിയിരിക്കുകയാണ് വീക്കെസ്റ്റ് PM മോദി എന്നത്. പൊതുജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്യത്തെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമാകുമ്പോഴും മോദി സർക്കാരിനെതിരെ വിമർശനം ഉയരുമ്പോഴും അത് മറയ്ക്കാനായി ജീവൻ നൽകുന്നവർ മാത്രമായി മാറിയിരിക്കുകയാണ് മോദി സർക്കാരിന് നമ്മുടെ ജവാന്മാർ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. എന്നാൽ അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ 20ഓളം ജവാന്മാരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായത്. മോദി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയെ പല ഭാഗങ്ങളിൽ നിന്ന് അയൽ രാജ്യങ്ങൾ കൂട്ടമായി ആക്രമിക്കുന്ന കാഴ്ചകൾക്കാണ് കുറച്ച് ദിവസങ്ങളായി രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളിലും ആക്രമണങ്ങളിലും വലിയ വർധനവ് രേഖപ്പെടുത്തിയ ആഴ്ചയാണ് കടന്നുപോയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 5 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ 3 അതിർത്തികളിലായി നടന്ന ആക്രമണത്തിൽ നിരവധി സൈനിക ജീവനുകളും നഷ്ടമായി. ബീഹാറിലെ ഒരു കർഷകന്റെ ജീവനാണ് അതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് നേപ്പാൾ ഇല്ലാതാക്കിയത്. ഇന്ത്യ പാക് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ നടക്കുകയും നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. നിലവിൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ 20ലധികം സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത, ധീരമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുർബലൻ തന്നെയാണ്. മോദി ഒന്ന് നിവർന്നു നിന്നാൽ തന്നെ രാജ്യത്തെ ആർക്കും ആക്രമിക്കാൻ ധൈര്യം വരില്ല എന്ന് തള്ളിയവരൊക്കെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. രാജ്യത്തെ സംരക്ഷിക്കാൻ പരിശീലനം നടത്തുന്ന RSSന്റെ പട്ടാളം ഉറക്കമുണർന്നിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ദുർബലനായ ഒരു ഭരണാധികാരിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് മോദി ഭക്തർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. ഇവിടുത്തെ ഭരണ മികവ് എന്താണെന്ന് മനസ്സിലാക്കിയ അയൽ രാജ്യങ്ങൾ അത് മുതലെടുത്ത് ആക്രമിക്കുകയാണ്. കഴിവില്ലാത്തവർ രാജ്യം ഭരിച്ചാൽ രാജ്യം തന്നെ നശിച്ചു പോകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദി സർക്കാരിന്റെ ഈ ഭരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.